ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റ് ഏതെല്ലാം ചെടികൾ കണ്ടാലും ഏതെല്ലാം പൂക്കൾ കണ്ടാലും റോസാപ്പൂക്കളും റോസാ ചെടികളും കാണുന്ന ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കില്ല അല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ ഔട്ട്ലെറ്റിൽ 3000-ലധികം പ്ലാന്റ്സാണ് റോസുകൾ മാത്രം ഈ വന്നിറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എല്ലാ തരം റോസാ ചെടികളുണ്ട്, ബഡ് ചെയ്തതുണ്ട്, ഓൺ റൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം മിക്സ്ഡ് ആണ്. ഈ കാണുന്നതെല്ലാം നമുക്ക് മിക്സ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ റോസും സെപ്പറേറ്റ് റേറ്റ് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് 100 രൂപ 150 രൂപ മുതൽ അങ്ങോട്ട് വലിയ വലിയ ചെടികളാണ് കേട്ടോ. ഒരൊറ്റ ചെടി പോലും നമുക്ക് തീരെ കുഞ്ഞു ചെടികളായിട്ട് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അത്രയും വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഓറഞ്ച്, വെള്ള, ചുവപ്പ്, മഞ്ഞ, ഇനി നിങ്ങളുടെ എല്ലാം ഇഷ്ടപ്പെടുന്ന പല കളറിലുള്ള റോസാ ചെടികൾ, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലടക്കം നമുക്ക് റോസാപ്പൂക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡബിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്, ടൈഗർ റോസുകളുണ്ട്, ബ്ലാക്ക് റോസ് ഉണ്ട്, ബട്ടൺ റോസ് ഉണ്ട്, സമ്മർ സ്നോ വൈറ്റ്, പീച്ച് ക്രീ റോസ്, അങ്ങനെ ഒരുപാട് റോസാ ചെടികളാണ് ഈ വന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. പുതിയ തളിരുകളും പൂമൊട്ടുകളും പൂക്കളും 2-3 പൂക്കൾ ഒരു ചെടിക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം അത്തരത്തിലുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മൾ പ്ലാന്റ്സ് എടുത്ത് അയച്ചു തരുന്നതാണ്. കണ്ടില്ലേ എന്ത് നല്ല ചെടികളാണ് ഈ കാണുന്നതെന്ന്. നമുക്കൊരു റോസാ ചെടികളുടെയൊക്കെ ഒരു എക്സിബിഷന് പോയ അതേ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു വരിയിൽ മാത്രമല്ല, 3000-ലധികം റോസാ ചെടികൾ 6-7 ലൈൻസ് ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ അടക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പല ചിത്രങ്ങളിലും കാണുന്നത് പോലെയുള്ള പൂക്കളും ഒക്കെ കാണാനായിട്ട് കഴിയും കേട്ടോ. അതുപോലെ തന്നെ നല്ല വലിയ കനമുള്ള കമ്പുകളാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ റൂട്ട് ഭാഗം മുതൽ മേലേക്ക് വരുന്ന എല്ലാ ഭാഗങ്ങളും നല്ല കരുത്തുറ്റ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ കിട്ടാവുന്നവർക്ക് നല്ല രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ റോസാ ചെടിയാണ്, പൂക്കൾ കഴിയുന്നതനുസരിച്ച് നാശമായി പോകാൻ പൂർണ്ണമായിട്ട് അനുവദിക്കാതെ നമ്മൾ 2-4 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് അവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വൃത്തിയാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൽ നിന്നും പുതിയ തളിർപ്പുകളും മറ്റും വരികയുള്ളൂ. ഈ കാണുന്നത് നമ്മുടെ ബട്ടൺ റോസ്, സമ്മർ സ്നോ വൈറ്റ്, പീച്ച് ക്രീ റോസ്, ഇതിനകത്ത് ഓർക്കിഡ് റോസുകൾ, അങ്ങനെ ഒരുപാട് റോസുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത്രയും ബുഷി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ തരുന്നത്. അതായത് 8 ഇഞ്ച് സൈസിൽ വരുന്ന ചട്ടികൾ, കവറുകളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാവരെയും ഒരേപോലെ ആകർഷിക്കുന്ന ചെടികളും പൂക്കളുമാണ്. ഇതിനകത്ത് ഓർക്കിഡ് റോസ്, അതുപോലെ നമ്മുടെ ബട്ടൺ റോസ്, സമ്മർ സ്നോ വൈറ്റ്, പീച്ച് ക്രീ റോസ്, ഇത് 3 നമുക്ക് ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഓൺ റൂട്ട് അല്ലാതെ വരുന്ന പ്ലാന്റ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് നമുക്ക് പലരും ചോദിക്കും ഇതെവിടെയാണ് ഈ റോസ് ഗാർഡൻ എന്നത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം നമ്മളിത് ഓൺലൈനായിട്ടാണ് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. കൂടാതെ നമുക്ക് എല്ലാ തിങ്കളാഴ്ചയാണ് കേട്ടോ സ്റ്റോക്ക് ബൾക്കായിട്ട് പുറം സ്ഥലങ്ങളിൽ നിന്നും വരുന്നത്. തിങ്കളാഴ്ച നമുക്ക് കൊറിയർ ഉണ്ടായിരിക്കില്ല, ചൊവ്വാഴ്ച മുതലാണ് കൊറിയർ നമ്മൾ അയച്ചു തുടങ്ങുകയുള്ളൂ. തിങ്കളാഴ്ച രാവിലേക്ക് നിങ്ങൾക്ക് റോസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 10 മണിയോട് കൂട്ടൊക്കെ വാട്സപ്പിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം ഫോട്ടോസ് ഇട്ടിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇട്ട് തരികയും ഓർഡർ എടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതേ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.